ഗുഡ് ഈവനിങ്. റഷീദ് അലി മാസ്റ്ററാണ്, മഞ്ചേരി. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, പക്ഷേ എപ്പോഴും ഗൂഗിളിൽ പോയി apex.io എന്ന് അടിച്ചു കൊടുക്കാതെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൈറ്റിൽ കയറാം? അതുപോലെ എപ്പോഴും നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറാം എന്ന് പല ആളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ക്രീൻ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാണാം. ഓക്കെ. ഇതേപോലെ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെർച്ച് വരും. ഈ സെർച്ച് വരുന്നത് എന്ത് ചെയ്യുക, apex.io എന്നടിച്ചു കൊടുക്കുക കേട്ടോ. apex.io apex.io എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വരും. താഴെ കണ്ടോ, apex.io ലോഗിൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ലിങ്ക് വരും apex ടോക്കൻ്റെ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങളെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഞാൻ ഇവിടെ ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുന്നു. ഒരാളെ യൂസർ ഐ ഡി അടിച്ചു കൊടുത്തു, അയാളെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കൊടുത്തു, ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതേപോലെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മുകളിൽ കണ്ട സേവ് എന്ന്, ആ സേവ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ നേരെ മുകളിൽ കാണാൻ 3 കണ്ടോ, ആ സേവ് ക്ലിക്ക് ചെയ്യുക. 1. രണ്ടാമത്തെ കാര്യം കണ്ടോ, വലത് ഭാഗത്ത്, മൊബൈലിൻ്റെ വലത് ഭാഗത്ത് മുകളിൽ 3 ഡോട്ട് കണ്ടോ, 3 കുത്ത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും ഇൻ്റർഫേസിൽ. അവിടെ കാണാൻ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ, ആഡ് ടു ഹോം സ്ക്രീൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും, ആഡ് എന്ന് വരും. ആഡ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു ആഡ് വരും, അവിടെയും ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങളെ മൊബൈലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പെക്സ് ടോക്കൺ ഡാഷ്ബോർഡ് എന്ന് കണ്ടോ, അപ്പെക്സ് ടോക്കൺ ഡാഷ്ബോർഡ് എന്നിങ്ങനെ കാണാം. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, എപ്പോഴും ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ സൈറ്റ് വന്നു. ഓക്കെ, ഇതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഓക്കെ.